ഹായ് ഫ്രണ്ട്സ്, നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നാരങ്ങ അച്ചാർ റെസിപ്പി കണ്ടാലോ. ഈ നാരങ്ങ ഞാൻ 1 മാസം മുന്നേ അരിഞ്ഞിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതിനകത്തിന് ഉപ്പും വിനാഗിരിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഒട്ടും വെള്ളമില്ലാതെ അരിഞ്ഞ നാരങ്ങ കേട്ടോ. പിന്നെ നമുക്കിതിന് ആവശ്യത്തിന് വെളുത്തുള്ളി, ഇഞ്ചി നമുക്ക് അരച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സിയിലിട്ട്. പിന്നെ ഇത് ഞാൻ കടുകെണ്ണ, അപ്പോൾ അതുപോലെ കടുകെണ്ണ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അച്ചാറുകൾക്കൊക്കെ കടുകെണ്ണ നല്ല ടേസ്റ്റാണ് കേട്ടോ, പ്രത്യേകിച്ച് നാരങ്ങ അച്ചാറിന്. പിന്നെ ഞാൻ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്ത്, വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷമാണ് അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തത്. നന്നായിട്ടൊന്ന് ആ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം 4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 2 ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി, പിന്നെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ നാരങ്ങ അതിനകത്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാവേ. പിന്നെ ഇതിനകത്ത് വേറെ വെള്ളമോ അങ്ങനെയൊന്നും ചേർക്കൊന്നും വേണ്ട. ആ നാരങ്ങയിലുള്ള നാരങ്ങ നീരും ഉപ്പും വിനാഗിരിയും എല്ലാം കൂടി അതിനകത്ത് തിളച്ച് കഴിയുമ്പോൾ അതിനകത്ത് തന്നെ വെള്ളമായി വരും. നമുക്ക് ആവശ്യത്തിനുള്ള ചാറ് അതിനകത്ത് തന്നെ കിട്ടും. അപ്പോൾ ഇനി ഞാൻ അതിനകത്ത് ലാസ്റ്റ് ഇട്ട് കൊടുത്തത് നമ്മുടെ കായപ്പൊടി കേട്ടോ. അത് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇത് തിളച്ചതിന് ശേഷം അത് ഇടാവുള്ളൂ. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരും ഇതിന്. ഇപ്പോൾ നാരങ്ങ റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു കേട്ടോ. ചൂടൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ചൂടാറിയതിന് ശേഷം കേട്ടോ ഞാൻ ബോട്ടിലിട്ട് വെക്കുന്നത്. ഞാനിത് ചൂടാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റ് കേട്ടോ ഈ നാരങ്ങ അച്ചാർ. നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണേ.